വിഷുവിന് എല്ലാവരും വിഷുക്കഞ്ഞി വെക്കാൻ തയ്യാറായി. എന്നാൽ നമ്മൾക്ക് പാലക്കാടൻ വിഷുക്കഞ്ഞിയും പുളിയവരയ്ക്ക കറിയും ഒന്ന് നോക്കിയാലോ? അതിനായി ഒരു 100 ഗ്രാം പുളിയവരയ്ക്ക നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ പാലക്കാട് ഏറ്റവും കൂടുതൽ വിഷുവിനുണ്ടാക്കുന്ന ഒരു കറിയാണ് പുളിയവരയ്ക്ക മാങ്ങക്കറി. പുളിയവരയ്ക്ക നന്നായി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പുളിയവരയ്ക്ക ഒരു കുക്കറിലേക്ക് മാറ്റി ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് വേകുമ്പോഴത്തേനും നമുക്കൊരു മാങ്ങ പറിച്ചിട്ട് വരാം. മുറ്റത്ത് തന്നെ തൂങ്ങിക്കിടന്ന ഒരു മാങ്ങ അങ്ങ് പറിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞൊന്ന് വൃത്തിയാക്കിയെടുക്കാം. തൊലിയെല്ലാം കളഞ്ഞ ശേഷം ഇനി ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഈ പുളിയവരയ്ക്കായി ഞാൻ ഒരു മാങ്ങ മുഴുവനായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. മാങ്ങ ഇടുന്നത് കൊണ്ട് നമുക്ക് വേറെ പുളി ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാനായിട്ട് അരമുറി തേങ്ങയും കുറച്ച് ജീരകവും 4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പുളിയവര നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിയവര കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇനി നന്നായി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് തന്നെ നമുക്ക് വേവിച്ചു കൊടുത്താൽ മതിയാവും. മാങ്ങയൊന്ന് നന്നായി വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം നമ്മളുടെ മാങ്ങയും ഉള്ളിയും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്താൽ ഉടനെ തന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് വറുക്കാനായിട്ട് 2 ചെറിയുള്ളിയും 5 വെളുത്തുള്ളിയും കൂടി ചതച്ചൊന്ന് എടുക്കണം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി തന്നെ മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വിഷു സ്പെഷ്യലായിട്ടുള്ള പുളിയവരയ്ക്ക കറി തയ്യാറായിട്ടുണ്ട്. പാലക്കാട്ടുകാർക്ക് പുളിയവരയ്ക്ക കറി ഇല്ലാത്ത എന്ത് വിഷു? ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.